ബി പോസിറ്റീവിൽ ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാനുള്ള സമയമാണ്. അവർ ഗസ്റ്റിലേക്ക്. മലയാള സിനിമയിലെ ഏറ്റവും സ്വാദിഷ്ടമായ ഗാനം പാടിയ വ്യത്യസ്തമായ ശബ്ദത്തിനുടമയായ പുഷ്പവതിയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത്. സ്വാഗതം. ചെമ്പാവ് എന്നുള്ള കാര്യം തന്നെയാണല്ലോ എല്ലാരും പെട്ടെന്ന് നമുക്കൊരു അഡ്രസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അതെ, എന്നെ ആദ്യം എന്നെ തിരിച്ചറിയണത് ആ പാട്ടിൽ കൂടെ തന്നെയാണ്. ഗായിക എന്ന നിലയിലുള്ള ഒരു അംഗീകാരം കിട്ടിയത്. സോൾട്ട് ആൻഡ് പെപ്പറിലെ ചെമ്പാവ് എന്നുള്ള ഗാനത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാര്യം അത് ഒരു തവണയെങ്കിലും കേട്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. മാത്രമല്ല നല്ല വിശന്നിരിക്കുന്ന സമയത്തൊക്കെ തീരെ കേൾക്കാൻ പറ്റാത്തൊരു പാട്ടുകൂടെയാണ്. എനിക്കിന്ന് ചെമ്പാവ് പാടിക്കൊണ്ട് തുടങ്ങാല്ലേ. തനതിന്ന താനാതിന്ന താനാതിന്ന തെന്തിന്നു തനതിന്ന താനാതിന്ന താനാതിന്ന തെന്തിന്നു മുളകരച്ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിട്ടെരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ തനതിന്ന താനാതിന്ന താനാതിന്ന തെന്തിന്നു തനതിന്ന താനാതിന്ന താനാതിന്ന തെന്തിന്നു പഞ്ചാര പാലട പ്രഥമൻ തൂശനില തന്നിൽ വിളമ്പുമ്പോൾ ഒഴുകിടാതെ വലം കയ്യാൽ ഇടം കയ്യാൽ വടിച്ചിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പരക്കുന്ന മനപ്പായസം. പഞ്ചാര പായാണ് എന്നെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള. ഓണ സമയത്തൊക്കെ ഈ പാലട പ്രഥമൻ നമുക്ക് വല്ലാണ്ട് അല്ല, അത് ശരിക്കും ആ ഇലയില് ഇത് ശരിക്കും അങ്ങനെ പാടുമ്പോഴുള്ളൊരു സമയത്ത് സദ്യയൊക്കെ വിളമ്പി. അപ്പൊ ഈ ഒരു പാട്ടപ്പൊ എന്തായാലും നമുക്ക് രണ്ടുപേരും കേൾക്കാൻ തോന്നുന്നല്ലേ വിക്രം? തീർച്ചയായിട്ടും. തെന്തിനം തെന്തിനം താരോ തക തെന്തിനം തെന്തിനം താരോ തെന്തിനം തെന്തിനം താരോ തക തെന്തിനം തെന്തിനം താരോ മാനത്തെ ചന്ദനക്കീറ് ആരിലും മേലിലാച്ചേല് ആയിരം താരകൾ കാക്കും അവളാതിര പുനില പെണ്ണ് പെണ്ണൊരുമ്പെട്ട് നിന്നാൽ ആണിനും മേളിലാ വീറ് മണ്ണും ചാരേ നിന്നൊരു തന്ന പെണ്ണിനെ കട്ടൊണ്ടു പോയേ തെന്തിനം തെന്തിനം താരോ തക തെന്തിനം തെന്തിനം താരോ തെന്തിനം തെന്തിനം താരോ തക തെന്തിനം തെന്തിനം താരോ ആളൊരു വമ്പത്തി കാര്യക്കാരത്തി കൈതോല മുള്ളിന്റെ ശീലമാണ് മണ്ണും ചാരി നിന്നൊരു തന്ന പെണ്ണിനെ കട്ടൊണ്ടു പോയേ തെന്തിനം തെന്തിനം താരോ തക തെന്തിനം തെന്തിനം താരോ തെന്തിനം തെന്തിനം താരോ തക തെന്തിനം തെന്തിനം താരോ പേട പേടയ്ക്കണ മീന മുക്കണ്ടോ ചാടണ മീന വല വീശപ്പോ വലയിലും പെട്ടില്ല ചൂണ്ട ഇട്ടപ്പോ തീണ്ടാനും വന്നില്ല പേട പേടയ്ക്കണ മീന മുക്കണ്ടം ചാടണ മീന വല വീശപ്പോ വലയിലും പെട്ടില്ല ചൂണ്ട ഇട്ടപ്പോ തീണ്ടാനും വന്നില്ല കള്ളന്റെ കടക്കണ്ണിന്റെ റോണ്ട് പെണ്ണു കുഴഞ്ഞങ്ങ് വീണേ ഹേ തെന്തിനം തെന്തിനം താരോ തക തെന്തിനം തെന്തിനം താരോ തെന്തിനം തെന്തിനം താരോ തക തെന്തിനം തെന്തിനം താരോ. വളരെ ആസ്വദിച്ചാണല്ലോ പാടുന്നത്. ആസ്വദിച്ച് പാടാൻ പറ്റും, അതാണ്. അപ്പോ തുടരാൻ നേരത്ത് നമ്മൾ ലാസ്റ്റ് നിർത്തിയത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാടിയ ലളിതഗാനവും ദ്രൗപദി നങ്ങ്യാർ ടീച്ചറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെയാണ്. അപ്പൊ ആ കർണാടക സംഗീതത്തിലേക്ക് വന്ന ഒരു വഴിയെ കുറിച്ച്. ദ്രൗപദി ടീച്ചറുടെ അടുത്ത് ഞാൻ പ്രീ ഡിഗ്രി വരെ ടീച്ചറുടെ അടുത്താണ് പഠിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വിപ്ലവമൊക്കെ വന്നിട്ട് ഞാൻ കുറച്ച് നാൾ എനിക്ക് പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെയുള്ള ഒരു ഇതൊക്കെ വന്നു കേട്ടോ. എനിക്ക് പാട്ടൊന്നും പഠിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ ഒരു 5-6 മാസം ടീച്ചർ അടുത്ത് പോയില്ല. അത് വലിയൊരു തെറ്റായിരുന്നു ഞാൻ ടീച്ചറോട് ചെയ്തത്. എന്നിട്ട് ഞാൻ അവസാനം റിയലൈസ് ചെയ്തു. കാരണം സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത, അതും എന്താ പറയുക, നമ്മുടെ രാഷ്ട്രീയ ബോധം അത് വേറെ, സംഗീതം വേറെ. സംഗീതം നമ്മളെ കൾച്ചർ ചെയ്യണതാണ്, നമ്മളെ ഒരു എന്താ പറയുക, നമ്മളെ സ്വയം നന്നാക്കുന്നൊരു അതാണ്. നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു വഴിയും കൂടെയാണത്. നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ വ്യക്തമാക്കാനുള്ള ഒരു കണ്ണാടിയും കൂടിയാണ് സംഗീതം. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു തെറ്റ് ഞാൻ പെട്ടെന്ന് തന്നെ വലിയ കാലതാമസമില്ലാണ്ട് തിരിച്ചറിഞ്ഞു. ടീച്ചറെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ച് തെറ്റൊക്കെ മാപ്പൊക്കെ പറഞ്ഞു. ടീച്ചർക്ക് പക്ഷേ യാതൊരു ഇതുകൊണ്ട് അല്ല അങ്ങനത്തെ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ
അതിനുശേഷം പിന്നെ ചെമ്പൈ മെമ്മോറിയൽ ഗവൺമെൻറ് മ്യൂസിക് കോളേജിൽ പാലക്കാട്, അവിടെ ഒത്തിരി നല്ല അഫക്ഷനേറ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, അവരുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു. നല്ല എല്ലാവർക്കും എന്നെ വലിയ കാര്യമായിരുന്നു എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. നല്ല അവരിപ്പോഴും എന്നെ എൻ്റെ പേര് പറയുമ്പോൾ ഓർക്കും. പുഷ്പ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ എൻ്റെ ചിത്രം വരും എന്നുള്ള, അങ്ങനെ അവരായിട്ട് വളരെ നല്ല ആത്മബന്ധമായിരുന്നു. അവിടെ പാലക്കാട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മങ്ങാട് നടേശൻ മാഷ്ട കീഴിലായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളൊരു വളരെ ഏറ്റവും ഉന്നതത്തിലുള്ള ഒരു അധ്യാപകനാണ്. കർണാടക സംഗീതത്തിലെ ആചാര്യൻ തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ ഇൻഡിവിജ്വൽ അറ്റൻഷനൊക്കെ നേടിയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ എനിക്ക് ഗുരുകുല വിദ്യാഭ്യാസത്തിന് കേന്ദ്ര ഗവൺമെൻറ് സ്കോളർഷിപ്പോട് കൂടിയിട്ടുള്ള പഠനം ഉണ്ടായിരുന്നു. അതോടുകൂടെ അങ്ങനെ അദ്ദേഹം എനിക്ക് വലിയൊരു വഴികാട്ടിയായിരുന്നു. കർണാടക സംഗീതത്തിൽ ഇന്ന വഴിക്കൊക്കെയാണ് സംഗീതത്തിൻ്റെ ഒരു എന്താ പറയുക, സംഗീതത്തിൻ്റെ വഴി. കർണാടക സംഗീതം നമ്മൾ പാടുമ്പോൾ അങ്ങനെ അതിഭാവുകത്വം ഒഴിവാക്കുക എന്നുള്ളതാണ് സത്യം. നല്ല ഭാവം ഉണ്ടായിരിക്കണം. അതിഭാവുകത്വമൊക്കെ കൊടുക്കുക, അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇങ്ങനെയൊക്കെയുള്ള വോയിസ് കൾച്ചർ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മളെ നല്ല രീതിയിൽ പഠിപ്പിച്ചതൊക്കെ മങ്ങാട് നടേശൻ മാഷ്.